ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ്. അതായത് ഒത്തിരി പേര് ചോദിക്കുന്നത് നമുക്ക് വീട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുമോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുപോലെ ഫുഡ് ബിസിനസ്സാണ്. ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇനീഷ്യലി പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഓർഡേഴ്സ് കിട്ടിയ ശേഷം മാത്രം നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ഫുഡ് ബിസിനസ്സാണ് തുടങ്ങണേ അതിനെ പറ്റിയിട്ട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇടുക, എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ 10 km പരിധിയിൽ നമുക്ക് ആഡ് കൊടുക്കാൻ പറ്റും, അങ്ങനെയും കൊടുക്കാം. എന്നിട്ട് ഓർഡേഴ്സ് കിട്ടിയതിന് ശേഷം മാത്രം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഡെലിവർ ചെയ്താൽ മതി. അതാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ രീതിയിൽ നമ്മൾക്ക് ആദ്യം തന്നെ മുതൽ മുടക്ക് വരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് ഐഡിയ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ജ്വല്ലറി ബിസിനസ്സാണ്. ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് ആണെങ്കിലും ആരാണെങ്കിലും വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 3000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3000 രൂപയ്ക്ക് നമ്മൾ ഹോൾസെയിൽ ജ്വല്ലറീസ് കൊടുക്കുന്നുണ്ട്. ഡാമേജ് പീസൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. അതല്ല നമ്മളടുത്ത് നിന്ന് തന്നെ എടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ബ്രോഡ്വേയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തുക. കാരണം ജ്വല്ലറി അല്ലേ, ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം ബാക്കി നിങ്ങൾ ജ്വല്ലറി ബിസിനസ് ചെയ്യുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന, നല്ല രീതിയിൽ മാർജിൻ ഇടാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ജ്വല്ലറി ബിസിനസ്. ഇനി മൂന്നാമത്തെ ബിസിനസ് ഓൺലൈനായിട്ടുള്ള ഡ്രസ് ബിസിനസ്സാണ്. ഒരുപാട് പേര് റീസെല്ലിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റീസെല്ലിങ് ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രസ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വലിയ ഐഡിയ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം 1-2 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഏത് ഡ്രസ്സിനാണ് മൂവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ജ്വല്ലറി ബിസിനസ് പോലെ തന്നെയാണ്. നമുക്ക് ബ്രോഡ്വേയിലൊക്കെ ഒരുപാട് ഷോപ്പുണ്ട്. അതെല്ലാം നമ്മളും ഹോൾസെയിലായിട്ട് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. അപ്പോൾ ഒരു 5000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ബിസിനസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ബിസിനസ് നമ്മുടെ ഫുഡ് ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കണമല്ലോ. നമുക്ക് എന്തായാലും ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമാണ്. അതല്ല നമ്മൾ ഡ്രസ്സ് ജ്വല്ലറി ഒക്കെയാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഓൺലൈനിൽ ചെറിയ രീതിയിൽ തുടങ്ങുന്നതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവിധ ലൈസൻസും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫുഡ് ബിസിനസ്സിൻ്റെയും ഡ്രസ്സിൻ്റെയും ജ്വല്ലറിയുടെയും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ. ആ ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അതല്ല നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും വൈകിപ്പിക്കേണ്ട, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്.